ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്നൊരു യാത്രയിലാണ്. മോൺട്രിയലിൽ നിന്നും 3 hours ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി ഇൻ കാനഡ എന്നറിയപ്പെടുന്ന ക്യൂബെക് സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു 3 hour ജേണിയാണ്. കണ്ടല്ലോ, ബാക്കിലിരിക്കുന്നവരൊക്കെ നല്ല ഉറക്കത്തിലാണ്. ചിലവർ ഉറങ്ങുന്നു, ചിലർ കണ്ണു തുറന്നിരിക്കുന്നു. അതെ, ജേണിയൊക്കെ ഇത്തിരി മടുപ്പിക്കും. നമ്മളിടയിൽ സ്റ്റോപ്പൊന്നും അധികം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ മോൺട്രിയലിൽ നിന്നും ക്യൂബെക് സിറ്റി എത്തിക്കഴിഞ്ഞാൽ കിട്ടിലോസ്കി സ്ഥലമാണ്. ആൻഡ് എപ്പോഴെങ്കിലും നിങ്ങൾ മോൺട്രിയൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ഗോ ആൻഡ് വിസിറ്റ് ക്യൂബെക് സിറ്റി. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ചുളുവിൽ ഒരു യൂറോപ്പും കാണാം. ഒരു യൂറോപ്യൻ വൈബുള്ള ഒരു അടിപൊളി പ്ലേസാണ്. സോ നമുക്ക് പോയാലോ? കം ഓൺ, ലെറ്റ്സ് ഗോ. സോ വണ്ടിയൊക്കെ നമ്മൾ പാർക്കിങ്ങിന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പോകുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ഹോട്ടൽ എന്ന് അവകാശപ്പെടുന്ന ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ. ഫെയർമോൺ ഗ്രൂപ്പിൻ്റെയാണ് ഈ ഹോട്ടൽ. ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഒത്തിരി തവണ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ് ഇതിനകത്ത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. താമസിക്കണമെങ്കിൽ ഒരു നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. സോ നമുക്ക് എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. പക്ഷേ ഇതിനൊരു വിസിറ്റേഴ്സ് ലോബി ഉണ്ട് ഗൈസ്. സോ റൂമൊന്നും കാണാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് എന്താണ് ആൻഡ് ആ ഒരു വ്യൂ എന്താണ്, ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് വെൻ യു കമ്മിങ് ഇൻ വിൻ്റർ, ഇതിനകത്തൊരു ക്രിസ്മസ് ട്രീ എക്സ്പോ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം. ആൻഡ് ദാറ്റ് വാസ് ദ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ സമ്മർ സമയത്ത് നമുക്കത് കാണാൻ പറ്റില്ല. പകരം വേറെ കുറേ വൈബാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ആദ്യം ഇതിനകത്ത് കയറാൻ പറ്റുമോ, കയറാൻ എങ്ങനെയാണ്, ഇനി ഇന്ന് എൻട്രി ഇല്ലേ എന്നൊക്കെ ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നി. പക്ഷെ നമ്മൾ സംശയിച്ചത് വെറുതെയാണ്. നമുക്കിതിനകത്ത് കയറാം. ആൻഡ് കണ്ടല്ലോ, ഇത് ലക്ഷൂറിയസ് ഹോട്ടലാണ്. അപ്പോൾ ഇതിനകത്ത് താമസിക്കാൻ പറ്റാത്ത ഒത്തിരി നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ പുറത്തു നിന്നും അകത്തു നിന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മളുടെ കൃതജ്ഞതരാവുകയാണ് ഗൈസ്, കൃതജ്ഞതരാവുകയാണ്. അങ്ങനെ പറയാൻ തോന്നുന്നു, എനിക്കറിയില്ല. സോ ഇതിനകത്ത് ഒത്തിരി ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ലോബി. സോ ഇതിനകത്ത് ബേസിക്കലി അവർ കാണിച്ചു തരുന്നത് കുറച്ചധികം എക്സ്പോ എന്നൊക്കെ പറയുന്ന പോലെ നടത്താൻ പറ്റുന്ന ഒരു ലോബിയാണിതിവിടെ. ഇത് കൂടാതെ ഭയങ്കര അടിപൊളി പോപ്പുലർ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഷോറൂമും ഇതിനകത്തുണ്ടാവും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിൻറ്റേജ് സ്റ്റൈൽ ജാക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ ഇതിനകത്ത് തന്നെ ഒരു സ്റ്റാർബക്സ് ഉണ്ട്, കോഫി ഏരിയ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇവരുടെ ഒരു ഹിസ്റ്ററി, ഈ ഹോട്ടലിൻ്റെ ഹിസ്റ്ററിയും കൂടെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. വിശാലമായിട്ടുള്ള ലോബി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് അതിൻ്റെ ഒരു മെയിൻ പ്ലേസിലോട്ടാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ കണ്ടത് നല്ല ഷാൻഡലേഴ്സൊക്കെ വെച്ച് നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഉള്ള സെറ്റപ്പാണ്. ഇത് കൂടാതെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഹിസ്റ്ററിയാണ് കേട്ടോ. പണ്ട് തൊട്ട് ഇവിടെ വന്ന് താമസിച്ചതും ക്വീൻ എലിസബത്ത് ഒക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് വാസ് എ പാലസ് ആക്ച്വലി പണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെയർമോൺ ഗ്രൂപ്പ് അത് എടുത്തിട്ട് അവരതിനൊരു ഹോട്ടലാക്കി മാറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി ലൈക്ക് 1730 1770 എന്ത് സംഭവിച്ചു, അങ്ങനെയുള്ള എല്ലാ കഥയും നമുക്കിവിടെ കാണാൻ പറ്റും. അത് കൂടാതെ ഇവിടെ പല മീറ്റിങ്സും ഫംഗ്ഷൻസും നിങ്ങൾക്ക് നടത്താം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബോർഡ് റൂംസൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാം. പിന്നെ ഇവിടെ വന്ന് താമസിച്ച പ്രമുഖന്മാരുടെ കുറേ ഫോട്ടോസ് ഉണ്ട് അവിടെ. അതിൻ്റെ ഹിസ്റ്ററീസൊക്കെ നമുക്ക് വായിക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവർ യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറച്ച് ക്രോക്കറി ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലേറ്റ്സ്, ഗ്ലാസ്, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ എൻ്റെ പേരൻസിനെ. ഇതിനകത്താണെങ്കിലും എല്ലാം പേരൻസ് മാത്രമല്ല, ധനുഷടക്കം എല്ലാവരും പട്ടിഷമാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഗൈസ്. ഇത് വെക്കാത്തവരായ ഞാൻ മാത്രമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. സോ ഇത് കാണാൻ പറ്റും. അതുകൂടാതെ പല പല രാജ്ഞിമാർ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു യൂറോപ്യൻ കൾച്ചറും കൂടിയാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണാൻ സാധിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് നടന്ന് കാണിക്കാം. ആൻഡ് ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. ലൈക്ക് ആഫ്റ്റർ 8 PM എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എൻട്രി അലൗഡ് അല്ല. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ കാശ് കൊടുത്ത് താമസിക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മളെപ്പോലെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർ ന്യൂസൻസ് എന്ന് വിളിക്കും. അതുകൊണ്ട് നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല, വിച്ച് ഇസ് ക്വൈറ്റ്
റീസണബിൾ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊരു ബോർഡ് റൂമാണ്, ആൻഡ് അവിടെ നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചർ, ഫ്രഞ്ച് കൾച്ചർ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. ആൻഡ് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ്, ഇഫ് യു ഡോണ്ട് നോ, ക്യൂബക്കിലെ മെയിൻ ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജും കൂടിയാണ്. അതുകൊണ്ട് മിക്ക ബോർഡ്സും മിക്ക ഡിസ്ക്രിപ്ഷൻസും ഫ്രഞ്ച് ആയിരിക്കും പ്രിഡോമിനൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആൻഡ് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഹോട്ടൽസൊക്കെ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടാവും. സോ ഇതിൻ്റെ അവിടെ എന്താണ് കാണാനുള്ളത്, ഇവിടെ എന്താണ് കാണാനുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടല്ലോ, ഇവിടെ AP ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു മാപ്പ്, കൾച്ചറൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ആൻഡ് ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ്റ്ററി, നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുള്ള സ്നിപ്പെറ്റ്സ് എന്നൊക്കെ നിങ്ങൾക്ക് ഇതിനെ പറ്റി വായിക്കേണ്ട. ഈ ഫോട്ടോയിലിരിക്കുന്ന അപ്പൂപ്പനൊക്കെ ഏതോ വലിയ ഇമ്പോർട്ടൻറ്റ് വ്യക്തിയാണ്, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഇറ്റ്, ബട്ട് ഇതാണ് സംഭവം. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഇത് കൂടാതെ നിങ്ങൾക്ക് കോഫി എന്തെങ്കിലും കുടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റാർബക്സ് ഉണ്ട് ഇവിടെ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. കോഫി കുടിക്കാൻ പറ്റും, അവിടെ പോയി സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റും. ആൻഡ് ദർ ഇസ് എ ബാർ, അതും നമുക്ക് എനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ളവർക്ക് ബാറിൽ കയറി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് അതിനും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ മേക്ക് ഷുവർ യു ചെക്ക് ദ പ്രൈസ്, കാരണം ഇതിനകത്തെ ബാറാണ് നല്ല രീതിയിൽ അവർ നമ്മുടെ കഴുത്തിറക്കും ഗൈസ്. ഹോട്ടലിനകത്തെ വ്യൂ എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് ദ മെയിൻ സ്ക്വയറിലേക്കാണ്. അവിടെയാണ് ഇതിൻ്റെ ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നത്. ഇതാണ് ആ ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ആൻഡ് നൈറ്റിൽ ഇത് ലൈറ്റൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. ആൻഡ് യു മസ്റ്റ് കം ഇൻ വിൻ്റർ ആസ് വെൽ. ഇത് ഫുൾ സ്നോ കവേർഡിൽ ഈ ബിൽഡിംഗ് ഇങ്ങനെ എടുത്ത് നിൽക്കും. ആൻഡ് ഇവിടെ നിന്നിട്ട് നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് അവകാശപ്പെടാം, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിന് എടുക്കേണ്ട ഒരു പോസും കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കുറേ ഗൂഗിളിലൊക്കെ നോക്കി ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫോട്ടോയും കൂടി ഇതിനകത്ത് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇങ്ങനത്തെ ഫോട്ടോസാണ് ഇവിടെ വന്നിട്ട് എടുക്കേണ്ടത്. ആൻഡ് ഇത് കൂടാതെ ഈ സ്ക്വയറിനകത്ത് എപ്പോഴും പെർഫോമൻസസ് ഉണ്ടാവും. ആൻഡ് അപ്പോൾ നമുക്ക് ബോറടിക്കില്ല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ. ഞാൻ എല്ലാ തവണ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇതെൻ്റെ 3rd ടൈമാണ് ക്യൂബെക് സിറ്റി. ഞാൻ 3rd ടൈം 3 തവണ വന്നപ്പോഴും നമ്മളൊരു ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിരുന്നു. ഒരു അർജന്റീനക്കാരൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഫയർ ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പുള്ളി സെയിം നമ്പറാണ് എല്ലാ ദിവസവും കാണിക്കുന്നതെങ്കിലും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ മാജിക് കാണിക്കുന്നുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, ജിംനാസ്റ്റിക് പെർഫോമൻസസ് ഉണ്ടാവും. സോ ഇത് കീപ്പ് ഓൺ ഗോയിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്വയറിലിരുന്ന് കാണാം, എൻജോയ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ കൊടുക്കാം, അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ആ പെർഫോമൻസിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിന് ചുറ്റും ഈ ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. താഴത്തോട്ട് അങ്ങോട്ട് നിറയെ എന്താ പറയുക ആലീസാണ് ആക്ച്വലി. അപ്പം ഈ കുഞ്ഞി ഇടനാഴികളിലൂടെ നല്ല കളർഫുൾ ബിൽഡിംഗ് നല്ല അടിപൊളിയായി കാണാം. ഇതിൻ്റെ അപ്പുറത്ത് സെയിൻറ്റ് ലോറൻസ് റിവർ ആണുള്ളത്. അതൊരു മാസീവ് റിവറാണ്. അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഗൈസ് നിങ്ങൾ വിശ്വസിക്കില്ല, അതൊരു കടലിനത്ര വലിപ്പമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് കൂടെ കുറേ ക്രൂസ് ഷിപ്സ് ഉണ്ടാവും. പിന്നെ നന്നായിട്ട് സെയിൽ ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിറക്കണം. അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ വ്യൂസൊക്കെ കാണാം. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കുറേ ബിൽഡിങ്സ് ഉണ്ടല്ലോ, അതാണ് ദ ബെസ്റ്റ് പാർട്ട് ഇൻ ക്യൂബെക് സിറ്റി എന്ന് പറയുന്നത്. ഇത്തിരി നടക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം എൻജോയ് ചെയ്ത ശേഷം താഴെ കൂടെ അങ്ങനെ ഇറങ്ങി നമുക്ക് ഓരോ ആലി വഴി നമുക്ക് നടക്കാം. ആൻഡ് ഫോട്ടോ എടുക്കാൻ ദ ബെസ്റ്റാണ്. ആൻഡ് ആക്ച്വലി നിങ്ങൾ മറ്റേ നന്നായി ഡ്രസ്സപ്പ് ചെയ്ത് ഒരു ഉടുപ്പൊക്കെ ഇട്ട് വന്ന് ഹാറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഞാൻ യൂറോപ്പിൽ പോയി ഫോട്ടോ എടുത്തു ഗൈസ് എന്ന്. ആൻഡ് ഇവിടെയാണ് ആക്ച്വലി സ്നോ ടൈമിൽ ഒരു സ്നോ ട്യൂബിങ് പോലെ ഉണ്ടാവും. മുകളിൽ നിന്ന് നമുക്ക് നല്ലൊരു സ്ലൈഡ് പോലെ അവർ ഇറക്കി വിടുമ്പോൾ എന്തായാലും ഫ്രീ റൈഡ്. ആക്ച്വലി അത് അടിപൊളിയാണ്. അതെന്തായാലും വിൻ്ററിലാണ് വരുന്നത് വെച്ചാൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് സമ്മറിലാകുമ്പോൾ ഇതിൻ്റെ വേറെ കുറേ ഭംഗിയാണ്, ഫുൾ പച്ചപ്പും കളർഫുള്ളും. ആൻഡ് ഫാൾ ടൈമിലും കൂടെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫാൾ ടൈമിൽ വന്നാൽ ഓറഞ്ച് റെഡ് കളേഴ്സൊക്കെയുള്ള അടിപൊളി ഫോട്ടോസ് ഞാനിവിടെ നെറ്റിൽ കണ്ടിട്ടുണ്ട് ക്യൂബെക് സിറ്റിയുടെ. സോ നമ്മൾ ഇതിൻ്റെ ഒരു വ്യൂ മാക്സിമം എൻജോയ് ചെയ്ത ശേഷം നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ ഡിസൈഡ് ചെയ്തു.
ഞാനിപ്പോഴേ ശ്രദ്ധിക്കുന്നത് എന്തെങ്കിലും പരിപാടി, പക്ഷെ അതിനായിട്ടാണ് ഇവൻ്റെ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി നടക്കാൻ പോവാണ്. ഓരോ സ്ട്രീറ്റിലോട്ടും കുറച്ച് നടക്കാനുണ്ടെന്നുള്ളൂ. സ്ലോപ്സ് പോലെയാണ്, പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നിങ്ങളുടെ പേസിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ആൻഡ് ട്രസ്റ്റ് മീ, അതൊരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ആൻഡ് ഇടയിൽ കുറച്ച് സ്റ്റോപ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഒത്തിരി അടിപൊളി പബ്സ് ഉണ്ട് ഇവിടെ. ഐറിഷ് പബ്ബൊക്കെ ഉണ്ടാകും ഞങ്ങൾ പോയത്. നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പയ്യെ റെസ്റ്റൊക്കെ എടുത്ത് ഓരോ സ്ഥലത്ത് കയറാം. ആൻഡ് ഇത് കൂടാതെ തന്നെ കോഫി ഷോപ്സ് ഒത്തിരി ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്മിത്സ് കോഫി എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത്. നല്ല കോഫി, നല്ല ഡെസേർട്ട്സും കേക്ക്സൊക്കെ ആയിരുന്നു. സോ അപ്പോൾ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. ആൻഡ് ഈവനിങ് ആയി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേക്കും പബ്സൊക്കെ ഓൾമോസ്റ്റ് ഫിൽഡ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 8:30 ഒരു പബ്ബിൽ പോയത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഓൾമോസ്റ്റ് ഡിന്നർ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെയുള്ളവർ നേരത്തെ കൂട്ടി ഡിന്നർ കഴിക്കും. സോ ഈ പബ്സൊക്കെ ഫുൾ ടൈം ആക്റ്റീവാണ്. ആൻഡ് ഇതിനകത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് തന്നെയാണോ. നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റൈലൊരു കൺസ്ട്രക്ഷൻ നിങ്ങളൊരു പക്ഷേ കാണാൻ പറ്റുന്നത് യൂറോപ്പ്, ഫ്രാൻസ് ആ ഒരു ഏരിയയിലൊക്കെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ ബിൽഡിങ്സ് എല്ലാം. അത് ഭയങ്കര കളർഫുള്ളായിട്ടാണ് കുറേ കൊടുത്തിരിക്കുന്നത്. ഒരു ഏരിയയിൽ, ഒരു ലൈനിൽ മൊത്തം ഒരേ സ്റ്റൈൽ കളേഴ്സ് പിടിക്കും അവർ. ആൻഡ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു വിക്ടോറിയൻ കാലഘട്ടം അതിനെയൊക്കെ പറയുന്ന രീതിയിലാണ്. ആൻഡ് ഇതൊരു മല നമ്മളെങ്ങനെയാണ് ഇറങ്ങുന്ന പോലെയാണ് കേട്ടോ. സോ നമുക്ക് കുറച്ച് സ്റ്റെയർസ് എടുക്കേണ്ടി വരും, കുറച്ച് സ്ലോപ്സ് എടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ പേസിന് നിങ്ങൾ പയ്യെ നടന്നാൽ മതി. നിങ്ങൾ എന്താണേലും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ മേരീസ് പോപ്കോൺ എന്ന് പറയുന്നത്. ഒരു ബൊട്ടിക് പോപ്കോൺ ഷോപ്പാണ്. ആൻഡ് യു ഗെറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പോപ്കോൺസ് ഹിയർ. ആൻഡ് അടിപൊളി ടേസ്റ്റാണ്. ആൻഡ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു പോപ്കോണിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ അല്ല. ആൻഡ് ഞങ്ങളിത് 3 തവണ വന്നിട്ട് നമ്മൾ 3 തവണ ഇത് കഴിച്ചിട്ടുണ്ട്. ഇത് വളരെ, എനിക്ക് തോന്നുന്നു കാനഡയിൽ ഒരെണ്ണം ഇരിക്കുന്നത് കാൽഗറിയിലാണ്, ഒരെണ്ണം മോൺട്രിയാലുണ്ട് ഒരു ഷോപ്പ് വർക്ക്, പിന്നെ ഇവിടെയാണുള്ളത്. ആൻഡ് അവരുടെ ഞങ്ങൾ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് പറയുന്നത് ക്യുബെക്ക് ഫ്ലേവേർഡായിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അത് ഇറ്റ്സ് എ മിക്സ് ഓഫ് മേപ്പലും പിന്നെ അതുപോലെ തന്നെ വേറെ എന്തോ ചെഡാറിൻ്റെ എന്തോ ചീസിൻ്റെയും കൂടിയാണ്. പലതരം ഫ്ലേവേഴ്സ് ഉണ്ട്. അവിടുത്തെ സ്റ്റാഫ് ഒരു മടിയിൽ നിങ്ങൾക്ക് എല്ലാം കഴിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള എടുത്താൽ മതി. സോ മേക്ക് ഷുവർ യു ഡോണ്ട് ബൈ ബിഗ് പാക്കറ്റ്സ്. കാരണം എന്താ വെച്ചാൽ ഒത്തിരി മധുരമുള്ളതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മട്ടി തുടങ്ങും. പക്ഷെ നിങ്ങൾക്ക് പല മിക്സ് ചെയ്ത് പല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട പോലെ പോപ്കോൺസ് എടുക്കാം. സോ ഇതെന്താണേലും ഒന്ന് ഇറങ്ങി നിങ്ങളൊന്ന് പോപ്കോണൊക്കെ വാങ്ങി കഴിച്ച് നോക്കണം കേട്ടോ.
പോപ്കോണൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ അതിൻ്റെ അടുത്തൊരു സ്ക്വയറിലോട്ട് ഇറങ്ങി. ഇവിടെ ആക്ച്വലി ഒരു അടിപൊളി പെയിൻറ്റിങ് ഉണ്ട്. പക്ഷെ നമ്മൾ പോയ ടൈമിൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കണ കാരണം നമുക്ക് അതിനകത്ത് പോയി ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ് ആണ് ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഈ വാൾസൊക്കെ ഇല്ലേ, ഇതിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അടിപൊളി ഫോട്ടോസ് കിട്ടും. ആൻഡ് ഇവിടെ കുറച്ച് അടിപൊളി സ്പോട്ട്സ് ഒന്നാണ് അംബർല ആലി, അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിങ് ഇതിനടുത്ത് നിന്ന് പോയിട്ടും നമ്മൾ അന്ന് എടുത്തിരുന്നു. ആൻഡ് ദ ബ്യൂട്ടിഫുൾ പാർട്ട് വാസ് ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു ലുക്കിനും അവിടുത്തെ ഒരു ആംബിയൻസിനും അത് നല്ലൊരു അടിപൊളിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ തവണ പോയപ്പോൾ ഇറ്റ് വാസ് ക്ലോസ്ഡ്. അപ്പോൾ നമുക്ക് അതിനകത്ത് അടുത്ത് പോകാൻ പറ്റിയില്ല. ആൻഡ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു മെയിൻ സ്ക്വയറിലോട്ട് എത്തും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്മിത്സ് കോഫി ഷോപ്പൊക്കെ ഉള്ളൊരു ലൈൻ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി പള്ളിയുണ്ട്, ഇതും നിങ്ങൾക്ക് അകത്ത് കയറി കാണാം. ആൻഡ് വൺ ഓഫ് ദി ഫേമസ് ചാപ്പലാണത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കയറി ഇതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുമാത്രമല്ല ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ. ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളി കിടിലം ഫോട്ടോസ് നമുക്ക് എടുത്തായിരുന്നു. ആൻഡ് ക്യൂ ആയിരിക്കും ആൾക്കാർ വന്ന് എടുക്കാനായിട്ട്. സോ ഈതർ നിങ്ങൾ ഏർലി മോർണിംഗ് ഒക്കെ വരികയാണെങ്കിൽ നല്ല ലൈറ്റും കിട്ടും നമുക്ക്, അതുപോലെ തന്നെ അത്തിരി റഷ് ഇല്ലാതെ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആൻഡ് ഇതിന് മുന്നിലൊക്കെ കഫേസും പബ്സും ബാർസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് നല്ല ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ടോ. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇത് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്പോട്ടാണ്. ഏത് പുതിയ പള്ളിയിൽ പോയാലും ഒരു 3 വിഷസ് പറയുന്ന ഒരു സംഭവം ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല എത്രാം ക്ലാസ്സിലാണ് നമ്മുടെ ഒരു സിസ്റ്ററാണ് പറഞ്ഞത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഈ പള്ളിയിലും പോയി ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ മൊത്തത്തിലൊന്ന് ആസ്വദിച്ചു. അതിനുശേഷം നമ്മളൊരു സൈലൻ്റായി 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു. എത്ര പേർക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളതിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ചു. അവിടെയും കുറച്ച് ഹിസ്റ്ററിയൊക്കെ എഴുതിയിട്ടുണ്ട് സൈഡിൽ, അതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓഫറിങ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പയ്യെ പള്ളിയിൽ നിന്നും അടുത്തൊരു ആലിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ.
നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് വീണ്ടും ഒരു ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അത് കൂടാതെ മെയിൻ തിങ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഷോപ്പിംഗ് എൻതൂസിയസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴികളിൽ കൂടെ നടക്കുന്നത് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒത്തിരി ബൊട്ടീക്ക് ഷോപ്സ് ഉണ്ട്. നിങ്ങൾക്ക് നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാനുള്ള എന്തെങ്കിലും സൊവനിയേഴ്സോ അല്ല നിങ്ങൾക്ക് കുറച്ച് ഡെക്കറേഷനിലൊക്കെ ക്രേസുള്ള ആൾക്കാരാണെങ്കിൽ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാ സ്ഥലങ്ങളും ഇതിനകത്തുണ്ട്. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. അതുപോലെ തന്നെ ഈ ഒരു ഭംഗി മൊത്തം ആസ്വദിച്ച് നിങ്ങൾക്കത് എൻജോയ് ചെയ്ത് നടക്കാം. ഒരു 2-3 hours എങ്കിലും എടുക്കുന്നുണ്ടോ. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ സ്ലോലി പേസിൽ നമ്മളിത് ആസ്വദിച്ച് വരുമ്പോൾ അപ്പോൾ അത്രയും ടൈം കരുതി വേണം വരാൻ. ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്, റെഡ് കളർ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കിറ്റ്ലോസ്കി ഭംഗിയാണ്. അതൊരു ഷോപ്പാണ് ആക്ച്വലി. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയായിരുന്നു കാണാൻ. നല്ല ഫ്രെയിമല്ലേ, എവിടെ തിരിഞ്ഞാലും നല്ല കിടിലൻ ഫ്രെയിമായിരുന്നു ഇവിടെ. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് നടക്കാൻ ഇത്രയും സ്റ്റേജ് ഇറങ്ങാനും വയ്യാന്നൊക്കെ ഉണ്ടെങ്കിലും തിരിച്ചു പോകുമ്പോൾ ക്ഷീണിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു ലിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ എന്ന് എന്ത് വേണമെങ്കിലും ഇതിനെ പറയാം, അതെടുക്കാം. ട്രാം പോലെ അതും യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് അതിൻ്റെ അടുത്തൊരു പാരലൽ ആലിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് കാഴ്ച എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഓരോ സ്ട്രീറ്റ്സും ആണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. അപ്പോൾ ഓരോ സ്ട്രീറ്റ്സിലും ഓരോ തരം കടകളാണ്. ഇതൊരു ക്രോക്കറി പോട്ടറി ക്ലാസസിൻ്റെയൊക്കെ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അടിപൊളി ലുക്കാണ്. ഇനിപ്പുറത്ത് തന്നെ നമുക്ക് ഒരു ഫ്രെയിം ഞാൻ കാണിച്ചല്ലോ, ഞാൻ ഇതിന് ഓരോടം സെൽഫ് ക്യാമിൽ ചെയ്തിട്ട് ഫ്രെയിമും കൂടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറും കൂടെ നമ്മൾ ഗോപ്രോയിൽ എടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായി കാണുന്നുണ്ട്. ഈവൻ തോന്നുന്നു ഞങ്ങൾ വന്നിട്ട് അന്ന് ക്ലൗഡി ഡേ ആണ്, സൺലൈറ്റ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഫോട്ടോസൊന്നും അത്ര നല്ലത് കിട്ടില്ല എന്ന്. പക്ഷേ നിങ്ങൾ ഏർലി മോർണിംഗ് ഒക്കെ വരികയാണെങ്കിൽ നല്ല കിട്ടിലോസ്കി ഫോട്ടോസ് കിട്ടുന്നുണ്ടാവും. ഒരു ആലിയിലുള്ള ബിൽഡിങ്സ് റെഡ് ആണെങ്കിൽ അടുത്ത ബിൽഡിംഗ് ഗ്രീൻ ആയിരിക്കും. പിന്നെ ഒരു ബ്ലൂ കളേഴ്സുള്ള കുറേ ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ ഓരോ ബിൽഡിങ്ങും ഓരോ സ്റ്റൈലാണ്. ഇത് മുഴുവൻ ഷോപ്സാണ്. അപ്പം ഇവിടെ വരുന്ന പല നാട്ടിൽ നിന്ന് വരുന്ന പലതരം ആൾക്കാരുണ്ട് കേട്ടോ. ഇവരിങ്ങനെ ഓരോ കടകളിലും കയറി പ്രൈസ് ചെക്ക് ചെയ്തും ഫോട്ടോസ് എടുത്തും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന കാണാം. ഒരു ബുക്ക് ഷെൽഫിൻ്റെ ഒരു കടയുണ്ടായിരുന്നു, ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ബുക്ക് ഷെൽഫല്ല, ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബുക്ക് ഷോപ്പായിരുന്നു. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് പയ്യെ നിങ്ങളുടെ പേസിൽ ഒരു തിരക്കും പിടിക്കാതെ കാണാൻ പറ്റും. ആൻഡ് മെയിൻ തിങ് ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഓടി പിണച്ച് കാണാം എന്ന രീതിയിൽ ഇവിടെ വരണ്ട. നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്ത് കാണും. ഞാൻ പറഞ്ഞില്ല, ഇത് കിട്ടില്ല ഫ്രെയിമായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അച്ഛൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. പാവങ്ങളെ ഞാൻ ഫോട്ടോ ആണെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തു ഗൈസ്, പറ്റിച്ചു. ഞാനല്ലെങ്കിലും ഭയങ്കര പിടിക്കല്ലേ. സോ കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. പക്ഷേ ഞാനെടുത്ത ഫോട്ടോ ശരിയാവാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫർ ധനുഷ് എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ധനുഷ് ഫോട്ടോ എടുത്തു. കാരണം ഈ ആൾക്കാർ പാസ് ചെയ്യാതൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും മെനക്കെട്ട പരിപാടി.
ഇതിവിടെ കണ്ടൊരു മറ്റൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പിഗിൻ്റെ ഷേപ്പിലൊരു സംഭവം ഉണ്ടാകും. നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നല്ല കിടിലം ഫോട്ടോസ് കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെയും കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അങ്ങനെ പയ്യെ ഓരോ സ്ഥലത്തും ഫോട്ടോ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും കുറച്ചുകൂടെ ഫ്രണ്ടിലെത്തിയായിരുന്നു. പിന്നെ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പയ്യെ നടന്ന് പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള അടുത്തത് അംബർല ആലി എന്ന് പറയുന്ന സ്ഥലമാണ്. അതെനിക്ക് കഴിഞ്ഞ വട്ടം മിസ്സായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ കണ്ടല്ലോ ഒരു അടിപൊളി പെർഫോമൻസ് ഒക്കെ അപ്പൂപ്പൻ്റെ കണ്ട ശേഷം നമ്മൾ അങ്ങനെ ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് അനദർ സ്പോട്ട് എന്ന് പറയുന്ന അംബർല ആലിയിലേക്ക് എത്തി. ആൻഡ് ഇത് നിങ്ങൾക്ക് സമ്മേഴ്സിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ എടുപ്പല്ല കേട്ടോ. എൻ്റെ പൊന്നോ, ആൾക്കാരിങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. ആൻഡ് ദേ കീപ് ക്രോസിങ് യു. അപ്പോൾ നമുക്കൊരു ദ പിക്ചർ പെർഫെക്റ്റ് സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളുപ്പിനല്ല ഞാൻ പറയുന്നത്, ഒരു 7 മണി 8 മണിക്കുള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല.